വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കീഴ്ശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൌക്കത്താണ് മരിച്ചത്. മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ഏജന്റ് വഴിയല്ലാതെ നേരിട്ട് സമീപിച്ചപ്പോൾ MVD ഉദ്യോഗസ്ഥർ നിരന്തരം ഫിറ്റ്നസ് നിഷേധിച്ചുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കിയത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുകൊണ്ടാണോ? എന്താണ് ഈ കത്തിൽ പറയുന്നത്? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിക്കടുത്ത് ഈ മുണ്ടംപറമ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ വീട്ടിൽ താമസിച്ചിരുന്ന ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ഷൌക്കത്താണ് ജീവനൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ദാരുണമായിട്ടുള്ള സംഭവമാണ്. 5 വർഷം മുമ്പാണ് ഇദ്ദേഹം ഈ ഒരു ഓട്ടോ വാങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 2 തവണ ഇതിൻ്റെ ഫിറ്റ്നസ് ലഭിച്ചിരുന്നു. പിന്നീട് ഇതിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഏജന്റ് മുഖാന്തരമല്ലാതെ, അതായത് നേരത്തെ 2 തവണ ഏജന്റ് മുഖാന്തരം ഫിറ്റ്നസ് ലഭിച്ചു. ഏജന്റ് മുഖാന്തരമല്ലാതെ ഫിറ്റ്നസ്സിന് വേണ്ടി ശ്രമിച്ച ഘട്ടത്തിൽ ഫിറ്റ്നസ് ഈ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ലഭിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് യുവാവ് ജീവനൊടുക്കിയിരിക്കുന്നത്. നിലവിൽ മൃതദേഹമുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് യുവാവ് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. അതായത് ഏജന്റ് മുഖാന്തരമല്ലാതെ ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ്സിനു വേണ്ടി പല ഘട്ടങ്ങളിൽ ശ്രമിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അത് അനുവദിച്ചു തന്നില്ല. അതുകൊണ്ട് തൻ്റെ ജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള, അതായത് ജീവിത മാർഗത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നമായത് മാറിയെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഉന്നയിച്ച പ്രശ്നം, അതായത് ഏജന്റ് മുഖാന്തരമല്ലാതെ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അതുള്ള അത് തീർച്ചയായിട്ടുള്ള ഈ മരിച്ച ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ആളാണ്. മാത്രമല്ല അവർ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പണി പൂർത്തിയാകാത്തൊരു ഘട്ടത്തിലാണ് വീട് പണിയുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അവൻ ഏകദേശം 5 വർഷത്തിലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഓട്ടോയാണ്. സ്വന്തമായിട്ടുള്ള ഓട്ടോ തന്നെയാണ്. അങ്ങനെ നിത്യജീവനം കഴിയുന്നതിൻ്റെ ഇടയിലാണ് ഇവന് നേരത്തെ തന്നെ ഏജന്റുമാർ മുഖേന അല്ലാതെ ഡയറക്റ്റായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ആരും ഒരാളുടെ റെക്കമെൻഡേഷനോട് കൂടി കാര്യങ്ങൾ നിർവഹിക്കാൻ താല്പര്യമില്ലാതെ ഡയറക്റ്റ്, അതായത് നമ്മൾ നിയമപരമായിട്ട് ഒരു പൗരന് ലഭിക്കേണ്ട അവകാശം നേരിട്ട് തന്നെ വാങ്ങിക്കുക എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ്. പ്രത്യേകിച്ച് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പുകളിലൊക്കെ നടക്കുന്ന ഈ പിൻവാതിലൂടെയുള്ള കാര്യങ്ങൾ, ഏജന്റുമാർ മുഖേനയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത വ്യക്തിത്വം കൂടിയാണ്. ഫിറ്റ്നസ് കിട്ടാത്തതുകൊണ്ട് വണ്ടി ഇവിടെ എത്ര കാലമായിട്ട് കിടക്കുന്നുണ്ട്? ഏകദേശം അവൻ്റെ FE പോസ്റ്റിൽ പറഞ്ഞ് 8 മാസത്തിലധികമായിട്ട് അവൻ്റെ ഇത് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേ വാഹനത്തിന് ഇതേ ആൾട്രേഷൻ വരുത്തി എന്ന് പറയപ്പെടുന്ന, അതായത് അതിൻ്റെ സൈഡിലൊരു ഗ്രില്ല് കൊടുക്കുന്നുണ്ട്. ആ ഗ്രില്ലാണ് അതിന് അഡീഷണലായിട്ട് അത് ഒഴിവാക്കണം എന്നുള്ളത് MVD ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതിന് മുൻപ് ഫിറ്റ്നസ്സിൽ ആ ഗ്രില്ലൊന്നും പ്രശ്നമായിരുന്നില്ല എന്ന് പറയാം. മുൻ വർഷങ്ങളിലൊക്കെ ഇതേ ഗ്രില്ല് വെച്ചുകൊണ്ട് തന്നെ ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം അത് അവർ കൊടുത്തില്ല എന്നുള്ളതും. അപ്പോൾ ആ ഫിറ്റ്നസ് കിട്ടാത്തതിൻ്റെ കാരണത്താൽ അവൻ ഡയറക്റ്റാണ് കൊടുത്തത്, ഏജന്റ് മുഖേനയല്ല. സാധാരണ ഏജന്റുമാർ മുഖേന കൊടുത്തിട്ടുള്ള വലിയൊരു നീതി നിഷേധം ഇപ്പോൾ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒട്ടനവധി ഇതുപോലുള്ള സമാനമായിട്ടുള്ള സെയിം ആൾട്രേഷൻ വരുത്തിയിട്ടുള്ള, ആൾട്രേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ ഗ്രില്ല് വെച്ചിട്ടുള്ള ഒട്ടനവധി ഓട്ടോകൾക്ക് പെർമിഷൻ ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും അവൻ്റെ FE പോസ്റ്റിൽ നിരവധി. സ്മൃതി, നാട്ടുകാർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നജീബ് ഒന്ന് ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ അതൊന്ന് കാണിച്ചു തന്നാലേ. അതായത് ഈ ഓട്ടോയിൽ അൾട്രേഷൻ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഈ മരിച്ച യുവാവിൻ്റെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് നിഷേധിച്ചെന്ന് ഓർക്കണം. എന്ത് അൾട്രേഷനാണ് അല്ലെങ്കിൽ എന്ത് മോഡിഫിക്കേഷനാണ് ഈ വാഹനത്തിന് യുവാവ് നടത്തിയിരുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്ത് മോഡിഫിക്കേഷൻ നടത്തിയെന്നുള്ളതാണ് പറഞ്ഞത്? ഈ 2 കമ്പി എക്സ്ട്രാ വെച്ചെന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുള്ള ആ യുവാവ് ഏറെക്കാലമായിട്ട് മാനസിക പ്രയാസം നേരിട്ടിരുന്നത് ഈ വാഹനത്തിൽ കാണുന്ന ഈ കമ്പി പോലെയുള്ള, സാധാരണ മിക്ക വാഹനങ്ങളിലും കാണുന്ന ഈ കമ്പി പോലെയുള്ള വസ്തു അധികമായിട്ട് സ്ഥാപിച്ച മോഡിഫിക്കേഷനാണ്. വാഹനത്തിന് അധികമായി അൾട്രേഷൻ ചെയ്തതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായി മോട്ടോർ വാഹന വകുപ്പ് യുവാവിൻ്റെ ജീവിതോപാധി കൂടിയായിരുന്നു ഈ വാഹനത്തിന് ഫിറ്റ്നസ് നിഷേധിച്ചത്. അതുമൂലം സങ്കടകരമായ കാര്യം തന്നെയാണ്. വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത മൂലമാണ് ഒരു യുവാവ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.